എന്ന് പറഞ്ഞ് ഒരു ജീവൻ നിലനിർത്താനുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഇത് കാണിച്ചു തരാം. അപ്പൊ ആദ്യം നോക്കേണ്ടത്, ഒരാൾ വീണ് കിടക്കുകയാണ്, റോഡ് സൈഡിലാവാം, ഏതൊക്കെ സാഹചര്യം CPR കൊടുക്കാന്നുള്ളത് ഞാൻ തുറന്ന് പറഞ്ഞുതരാം. റോഡ് സൈഡിലാവാം ആള് കിടക്കുന്നത് വീട്ടിലാവാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അയാളെ വിളിച്ചു നോക്കണം. അല്ലെ, എങ്ങനെ വിളിച്ചു നോക്കാം? ഇങ്ങനെ വിളിച്ചു നോക്കി അറിയോ? ഇല്ല. ഷുഗർ കുറഞ്ഞു പോയാൽ കിടക്കാം, പ്രഷർ കുറഞ്ഞു പോയാൽ കിടക്കാം, എല്ലാ സാഹചര്യത്തിലും CPR വേണ്ട. പൾസ് ഇല്ലാതെ കിടക്കുന്ന ഒരാൾക്ക് മാത്രം CPR മതി. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ആളെ നമ്മൾ പൾസ് നോക്കുക. പൾസ് ഉണ്ടോ? പൾസ് ഇല്ല. രണ്ടാമത് നോക്കേണ്ടത് അയാൾ ശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരാൾ ശ്വസിക്കുന്നുണ്ടോ നമ്മൾ എങ്ങനെ അറിയാം? അയാളുടെ അല്ലേ, നമ്മൾ ശ്വസിക്കുമ്പോൾ ചെസ്റ്റ് ഇങ്ങനെ റൈസ് ചെയ്യും അല്ലേ? ചെസ്റ്റ് റൈസ് ഉണ്ടോ എന്ന് ഇംഗ്ലീഷിൽ പറയും. ചെസ്റ്റ് റൈസ് ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുമോ? എപ്പോഴും ചെസ്റ്റ് റൈസ് ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയാൽ കാണില്ല, മറിച്ച് തല ചെറുതായിട്ട് ചരിച്ചു നോക്കുക. അപ്പോഴാണ് ചെസ്റ്റ് റൈസ് ഉണ്ടോ. അപ്പൊ ഒരാൾ ശ്വസിക്കുന്നില്ല, ആൾക്ക് പൾസില്ല, നമ്മൾ എന്ത് ചെയ്യണം? CPR സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ CPR സ്റ്റാർട്ട്